അല്ല, അതിൻ്റെ SIT അന്വേഷണം നല്ല നിലയിലല്ല നടക്കുന്നത്. അത് നടക്കുന്നത് കോടതി സംതൃപ്തി രേഖപ്പെടുത്തി അതിന് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. അതിപ്പോൾ ഇനി അത് സംബന്ധിച്ച് വ്യത്യസ്ത കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അവസാനമായി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയും. എങ്ങനെയുണ്ട്? വളരെ ഗംഭീരമായിട്ട്. ഞങ്ങൾ ഇന്നലെ 2 ദിവസമായി ശബരിമലയിലായിരുന്നു. മണ്ഡല കാലഘട്ടത്തിലും അതുപോലെ മകരവിളക്ക് കാലഘട്ടത്തിലും യാതൊരു പരാതിയും വരാതെ എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്ന രൂപത്തിൽ മുൻകൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ക്രമീകരണങ്ങളൊക്കെ ഫലം കണ്ടു എന്നുള്ളതാണ് ഇന്നലത്തെ മകരവിളക്കൂടെ കഴിഞ്ഞപ്പോൾ കണ്ട സ്ഥിതി. ഏതാണ്ട് ഒരു 3 ലക്ഷത്തിനടുത്ത ആളുകളെങ്കിലും ഇന്നലെ സന്നിധാനത്തിലുണ്ടാകുന്ന ധാരണ മകരവിളക്ക് കാണാൻ. അത് സന്നിധാനത്തിലും അതുപോലെ തന്നെ വിവിധ വ്യൂ പോയിന്റുകളുണ്ടായിരുന്നു. 9 വ്യൂ പോയിന്റ് നമ്മളുണ്ടാക്കിയിട്ടുണ്ട്. ആ പോയിന്റുകളിലും അതുകൂടാതെ ഒരുപക്ഷെ കാനനപാതയിൽ കൂടി കടന്നു വന്നവരെ വിവിധ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിച്ചേർത്ത ഒരു 3 ലക്ഷത്തോളം ആളുകൾ ഇന്നലെ ശബരിമലയിൽ ഉണ്ടാവാം. അതുപോലെ റെക്കോർഡ് വർധനമാണ് നടവരവിൽ. അപ്പോൾ വരുമാനവും വർദ്ധിച്ചു, ദർശനത്തിന് അയ്യപ്പന്മാരും വർദ്ധിച്ചു, ഭംഗിയായി തീർത്ഥാടനം ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നു. കാലകൂട്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഫലം കണ്ടു എന്നുള്ളതാണ് ഇന്നലെ ഈ തീർത്ഥാടന കാലഘട്ടത്തിലും പരാതികളൊന്നുമില്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ കാര്യങ്ങൾ കഴിഞ്ഞത്. ഏതാണ്ട് 1000-ഓളം KSRTC ബസ് മടക്കയാത്രയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരുന്നു. അവർ നല്ല രൂപത്തിൽ സഹകരിച്ചു. അതുകൊണ്ട് വാഹനം കിട്ടിയില്ല എന്നുള്ള പരാതിയും ഇല്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ എല്ലാ കാര്യത്തിലും നേരത്തെ തന്നെ ഞങ്ങൾ ഈ ക്രമീകരണങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. തലേദിവസം തന്നെ കൂടി എല്ലാ വിശകലനം നടത്തി. വ്യൂ പോയിന്റുകളും പിന്നെ ഈ മരച്ചില്ലകളിലും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലൊന്നും ആരും കയറരുതെന്ന് നേരത്തെ ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ വനപാലകരും ജാഗ്രതയോടുകൂടി ടീമായി വർക്ക് ചെയ്തു. 2000-ഓളം പോലീസുകാരെ ഇന്നലെ തന്നെ സന്നിധാനത്തിലും പല പ്രദേശങ്ങളുമായിട്ട് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതും പ്രായോഗിക അനുഭവം പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു അതിനകത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കാൻ കഴിഞ്ഞു. ദർശനം നട തുറക്കുന്ന സമയവും തിരുവാഭരണം വരുന്ന സമയത്തും സാധാരണഗതിയിൽ സന്നിധാനത്തിൽ പാസ്സുള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. അതിൻ്റെ ക്രമീകരണവും ഭംഗിയായിട്ട് നടന്നു. അത് കാരണം വലിയ ബഹളങ്ങളില്ലാതെ കൃത്യമായി പരാതിരഹിതമായി തീർത്ഥാടനം കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷമാണ് കഴിഞ്ഞ വർഷത്തിലും ഈ വർഷത്തിലും പൊതുവേ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന് അവസാനം ജോസ് കെ മാണി തന്നെ പറഞ്ഞു മുന്നണി വിടുന്നില്ലാന്ന്. ഇപ്പോൾ UDF പറയുന്നത് തുറന്നു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. എൻ്റെ അർത്ഥം ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് അതിൻ്റെ വ്യംഗ്യ അർത്ഥം. എന്നുവെച്ചാൽ ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ കാര്യവും വെച്ചാൽ കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉറപ്പാണെന്നാണ് ഇന്നലെ ചെയർമാൻ തന്നെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വാചകം ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തമായി നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു. അവരൊരിക്കലും ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റാലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാര്യം ചില മീഡിയകളുടെ സഹായത്തോടെ കനകോലുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനൊരു പ്രചരണം ഉണ്ടാക്കിയെടുത്താൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ സഹായമായി മാറുമെന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം. അവരെ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് തമ്മിലുള്ള അടിക്ക് തീർന്നിട്ട് വേണ്ട. ഇപ്പോൾ 4 പേരുണ്ട്, 4 പേർക്കും മുഖ്യമന്ത്രിയാണ് ഇപ്പം തന്നെ ജയിക്കുന്നതിന് മുമ്പേ. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ താടി താങ്ങാൻ മേലാത്തൊരു മറ്റവരുടെ അങ്ങാടി എങ്ങനെ താങ്ങും? ന്യായമായൊരു ചോദ്യമല്ലേ. അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാക്കട്ടെ ആദ്യം, എന്നിട്ട് മുന്നണി കാര്യങ്ങൾ പുതിയ ആളിനെ തേടിപ്പിടിക്കാൻ നടക്കട്ടെ. അപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസമില്ല. അവർക്ക് പരാജയത്തിൻ്റെ വീക്ഷണമാണ് ഇപ്പം മനസ്സിലുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തെരുതെരെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ്സുകാർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവരുടെ നിലപാടുകൾ. അതെ, അവർക്ക് സ്വപ്നം കാണുന്നത് ഇപ്പം പാൽപ്പായസം കാണുന്നതിന് കുഴപ്പമില്ല, കഞ്ഞി കാണേണ്ട കാര്യമില്ല. അല്ല, അതിപ്പം SITയോട് അന്വേഷിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി വ്യക്തമായി ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച് ഓരോ 2 ആഴ്ചയിലും ഈ SIT വിളിച്ചു വരുത്തി കാര്യങ്ങൾ മുഴുവൻ ഡിസ്കസ് ചെയ്ത് നല്ല രൂപത്തിലാണ് അതിൻ്റെ അന്വേഷണം പോകുന്നത്. കോടതിയും സംതൃപ്തി രേഖപ്പെടുത്തി. നമ്മളത് ആഗ്രഹിച്ച് നമ്മളത് എഴുതി കൊടുത്തത്, ഗവൺമെൻറ് ആഗ്രഹിച്ച കാര്യം എഴുതി കൊടുത്തതനുസരിച്ച് ബഹുമാനപ്പെട്ട കോടതി അക്കാര്യത്തിൽ കൃത്യമായി ആ കാര്യം നിർവഹിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് എല്ലാം വെളിയിൽ വരട്ടെ. ഓക്കെ. ഇല്ല, അത് ഒരു തരത്തിലും ബാധിച്ചുള്ള തെളിവല്ല. ഇന്നിപ്പോൾ നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ നടവരവ് പരിശോധിച്ചാലും നമ്പർ പരിശോധിച്ചാലും വലിയ വർധനവല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലും അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളതല്ലേ തെളിയിക്കുന്നത്.